ഞാനിവിടെ 2 മാങ്ങ എടുത്ത് കഴുകി ചെറിയ കുനുകുനാന്ന് മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് ഞാനിവിടെ വലിയ മാങ്ങ എടുത്തത്. നിങ്ങൾ ഓരോരുത്തർ എടുക്കുമ്പോൾ അനുസരിച്ച് എരിവ് അനുസരിച്ച് അതുപോലെ 2 സ്പൂണ് ഉപ്പും അതും നിങ്ങൾ അനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് മിക്സ് ചെയ്യുക. നല്ല വണ്ണം മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ചൊറുക്ക, അതൊരു 2 സ്പൂൺ. അധികം ചൊറുക്ക വേണ്ട, പുളിപ്പ് കുറച്ച് കൂടിപ്പോവും. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ, ഒരു 3 സ്പൂൺ ഉലുവ. അത് കുറച്ച് നല്ലവണ്ണം വറക്കുക, ഇങ്ങനെ ചോക്ക വറക്കുക, ഒരു ചുവപ്പ് നിറം വരുന്ന മാതിരി ബ്രൗണിഷ് വരുന്ന പോലെ. പിന്നെ അതിലേക്ക് കുറച്ച് കടു പൊട്ടിച്ചെടുക്കുക. അത് പടപടാന്നിങ്ങനെ പൊട്ടും. അപ്പോൾ ആ സമയത്ത് അതെടുത്ത് അതിലേക്ക് 2ഉം കൂടെ മിക്സ് ആക്കുക. എന്നിട്ട് 2ഉം ചേർത്ത് പൊടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഇടുക, ആ മാങ്ങയിലേക്ക് ഇടുക, മിക്സ് ആക്കുക. നല്ല എല്ലാ സ്ഥലത്തും യോജിപ്പിച്ച് മിക്സ് ആക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടുക, അതും നല്ലവണ്ണം മിക്സ് ആക്കുക. കുറച്ച് എണ്ണ, ഒരു 3-4 സ്പൂൺ. അത് വെളിച്ചെണ്ണ ആയാലും ശരി, നല്ലെണ്ണ ആയാലും ശരി, പച്ചെണ്ണ ഏതെണ്ണയായാലും. നല്ല കടു അതിലേക്ക് ഇടാൻ പൊട്ടിക്കൊന്നും വേണ്ട, നല്ല തിളപ്പിച്ച് അതിലേക്ക് ഒഴിക്കുക. കുറച്ച് ബബിൾസ് വരുന്നവർ, ചെറിയ കുട്ടികൾക്കെല്ലാം കടു പൊട്ടുമ്പോൾ ഒരു പേടിയായിരിക്കും. അതുകൊണ്ട് അതില്ലാതെ സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറാണ്. ഇതെല്ലാം നമ്മൾ സ്റ്റൗമ്മൽ വെക്കാതെ എല്ലാം കൈമെന്ന് തന്നെ ഇങ്ങനെ എല്ലാം ചേർത്ത് ഇളക്കി ഈ എണ്ണയും ചൂടോടെ അതിലേക്ക് ഒഴിക്കുക. കുറച്ച് പഞ്ചസാര, ഒരു 1.5 സ്പൂണ്, ഒരേ എരിവിനനുസരിച്ച്. അല്ലെങ്കിൽ കുറച്ച് ശർക്കര ആയാലും മതി, എന്തായാലും മതി. അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നല്ല മിക്സാക്കി നമ്മൾ തൈച്ചോറിൻ്റെ കൂടെയോ അല്ല സാദാ ചോറിൻ്റെ കൂടെയോ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കുറച്ച് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.